ഹലോ ലേണേഴ്സ്, എല്ലാവർക്കും ഹിസ്റ്റോറിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള റിനൈസൻസ് ആണ്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എടുത്തു നോക്കിയാലും ഷുവറായിട്ട് 10 മാർക്കിനും 20 മാർക്കിനും ഒക്കെ കേരള റിനൈസൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള റിനൈസൻസിലെ ആദ്യത്തെ റിഫോർമറെ കുറിച്ചാണ്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഫാക്റ്റുകളും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻസ്, പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട വർഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ മാക്സിമം ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യൻ നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട വ്യക്തി ശ്രീനാരായണ ഗുരു തന്നെയാണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, കേരളത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ജന്മദിനവും സമാധി ദിനവും അവധിയായുള്ള ഏക സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനവും സമാധി ദിനവും അവധി ദിനമാണ് കേരളത്തിൽ. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20 സ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ല. ഇനി അതിൽ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് നക്ഷത്രം ചതയമാണ്. ഇനി മലയാള മാസം, ശ്രീനാരായണ ഗുരു ജനിച്ച മലയാള മാസം ഏതാണെന്ന് ചോദിച്ചാൽ ചിങ്ങമാസമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പിതാവാണ് മാടൻ ആശാൻ, അമ്മ കുട്ടിയമ്മ. പിതാവ് മാടൻ ആശാനും അമ്മ കുട്ടിയമ്മയും. വീട്ടുപേര് വയൽവാരം വീട്. ചിലപ്പോൾ PSC വളരെ കൺഫ്യൂസിങ് ആക്കിക്കൊണ്ട് നമുക്ക് കിട്ടാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് അപ്പൊ വയൽവാരം വീടാണ് ശരി, അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറയുന്നത്. ഇനി ശരിയായ നാമം നാരായണൻ എന്നാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയത് വാരണപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്നത്തെ അദ്ദേഹത്തിന്റെ ആശാൻ കുന്നംപള്ളി രാമനാശാനായിരുന്നു. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം നേടിയത് വാരണപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അന്ന് അദ്ദേഹത്തെ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത് കുന്നംപള്ളി രാമനാശാനാണ്. ഇനി അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്, ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1884 വർഷം മാറിപ്പോരുത്. ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1884. ഇനി സന്യാസ ജീവിതം ആരംഭിച്ചത് പിള്ളത്തടം ഗുഹയിൽ വെച്ചിട്ടാണ്. മരുത്വ മലയിലെ പിള്ളത്തടം ഗുഹയിലാണ് 8 വർഷക്കാലം അദ്ദേഹം സന്യാസ ജീവിതം നയിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു 1888 നെയ്യാർ നദിയുടെ തീരത്ത് പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഇതിൽ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതെന്ന കാര്യം നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷേ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നെയ്യാർ നദിയുടെ തീരത്താണ് 1888 പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ആദ്യമായി ഒരു ബ്രാഹ്മണനല്ലാത്ത വ്യക്തി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. അതിനാൽ ഇത് അരുവിപ്പുറം വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രാഹ്മണ ശിവനെ അല്ല, മറിച്ച് ഈഴവ ശിവനെയാണ് താൻ പ്രതിഷ്ഠിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ അന്ന് ഇതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. 1891 നടന്നിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കുമാരനാശാനെ അദ്ദേഹം കണ്ടുമുട്ടിയത്, ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891. അപ്പൊ മുന്നേ നിങ്ങൾ പഠിച്ച വേറൊരു വർഷമുണ്ട് 1884. എന്താണ് അതിന്റെ പ്രത്യേകത? ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയത് 1884. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 1891 കുമാരനാശാനെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത്. അടുത്തതായിട്ട് SNDPയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ്. സാധുജന പരിപാലന സംഘമാണ് SNDP എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടത്? 1903 മെയ് 15 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത്. അതിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയായിരുന്നു. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം 1903 മെയ് 15 അതിന്റെ ആസ്ഥാനം കൊല്ലമായിരുന്നു.
ഇതിന്റെ ആദ്യത്തെയും ആജീവനാന്ത പ്രസിഡന്റും ശ്രീനാരായണ ഗുരു ആയിരുന്നു. അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യത്തെ പ്രസിഡന്റും ആജീവനാന്ത പ്രസിഡന്റും ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഇനി SNDPയുടെ മുൻഗാമി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്നത് ഏത് സഭയാണ്? വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇത് സ്ഥാപിക്കപ്പെട്ട വർഷം 1898 SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനും വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുമാണ്. അപ്പൊ 3 സ്ഥാനങ്ങൾ പഠിച്ചു. പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു തന്നെയാണ്. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനും ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുമാണ്. SNDPയുടെ ആദ്യത്തെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. അപ്പോൾ ഇപ്പൊ ഒരു മുഖപത്രം ഉണ്ടാകാം എന്ന് അതിൽ നിന്ന് അനുമാനിക്കാനായിട്ട് സാധിക്കില്ല. ആദ്യത്തേത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേറെ ഒന്നായിരിക്കും. ആദ്യത്തെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥവും. ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. SNDP എന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘമാണ്. 1903 മെയ് 15 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. ആജീവനാന്ത പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവും അതുപോലെ സെക്രട്ടറി കുമാരനാശാനും വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവുമായിരുന്നു. അതുപോലെ തന്നെ പഠിച്ചിരിക്കേണ്ടതാണ് SNDPയുടെ മുഖപത്രം എന്ന് പറയുന്ന മൗത്ത് പീസ്, ഇംഗ്ലീഷിൽ മൗത്ത് പീസ് എന്ന് പറയും. വിവേകോദയമാണ് ആദ്യത്തെ മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രം. ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. ഇനി 1904 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രത്യേകത, ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ സ്ഥിര താമസമാക്കിയ വർഷമാണ് 1904 എന്ന് പറയുന്നത്. അപ്പോ ശിവഗിരി മഠം ഏത് ജില്ലയിലാണെന്ന് പഠിച്ചിരിക്കണം. തിരുവനന്തപുരം ജില്ലയിലാണ് ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത്. 1904 ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ സ്ഥിര താമസമാക്കി. ഇനി അടുത്തതായിട്ട് 1914 അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് 1914 അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് അദ്വൈത ആശ്രമം ഉള്ളത്. 1914 അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. 1916 തിരുവല്ലാമലയിൽ വെച്ച് രമണ മഹർഷിയെ കണ്ടുമുട്ടി. 1916 പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് തിരുവില്ലാമലയിൽ വെച്ചാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള മഹർഷി രമണ മഹർഷിയെ കണ്ടുമുട്ടുന്നത്. പിന്നെ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പൊ 2 വർഷങ്ങളിലായിട്ടാണ് അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളത്. ആദ്യത്തേത് 1918 ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ആദ്യം സന്ദർശനം നടത്തിയ വർഷം 1918 പിന്നീട് രണ്ടാമത്തെ സന്ദർശനം നടത്തിയ വർഷം 1926 രവീന്ദ്രനാഥ ടാഗോറും CF ആൻഡ്രൂസും ഗുരുവിനെ സന്ദർശിച്ചത് ശിവഗിരിയിൽ വെച്ചാണ് 1922. ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം 1922 ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു എന്നാണ്. അപ്പൊ CF ആൻഡ്രൂസ് ആണ് അന്ന് ടാഗോറിനോടൊപ്പം ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്ന വർഷം 1922. സ്ഥലം ശിവഗിരിയിൽ വെച്ച്. 1924 സർവമത സമ്മേളനം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് 1924 അത് ആലുവയിൽ വെച്ചിട്ടായിരുന്നു. 1924 സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നത്. അപ്പോൾ സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യമാണ് വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ്. പിന്നീട് ആ വർഷം തന്നെ 1924 അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത് 1925 അന്ന് ഗാന്ധിജി ഗുരുവിനെയും ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിക്കുകയുണ്ടായി 1925. അന്ന് ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലി എന്ന് പറയുന്നത്. നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഷൗക്കത്ത് അലി എന്ന് പറയുന്നത്. ഷൗക്കത്ത് അലിയും 1925 ഗാന്ധിയോടൊപ്പം ഗുരുവിനെ സന്ദർശിക്കാൻ വന്നവരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ടാഗോറിനൊപ്പം സന്ദർശിച്ച ആള് CF ആൻഡ്രൂസും ഗാന്ധിയോടൊപ്പം ഗുരുവിനെ സന്ദർശിച്ച ആള് മൗലാന ഷൗക്കത്ത് അലിയുമാണ്. പിന്നീട് 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയാകുന്നത്. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു മരണപ്പെട്ടു. അതാണ് ശ്രീനാരായണ സമാധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ എഴുതിയത് K. സുരേന്ദ്രനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പ്രമേയമാക്കി ഗുരു എന്ന് പറയുന്ന നോവൽ എഴുതിയത് K. സുരേന്ദ്രനും യുഗപുരുഷൻ എന്ന സിനിമ തയ്യാറാക്കിയത് R. സുകുമാരനുമാണ്.
ഇനി ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യനായിരുന്നു ശിവലിംഗ സ്വാമികൾ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യൻ അല്ലെങ്കിൽ ഡിസൈപ്പിൾ എന്ന് പറയുന്നത് ശിവലിംഗ സ്വാമികളാണ്. ഗുരു രചിച്ച ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗുരു എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രനാണ്. യുഗപുരുഷൻ എന്ന സിനിമ തയ്യാറാക്കിയത് ആർ സുകുമാരനും. ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗ സ്വാമികൾ. ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. പിന്നെ ദൈവദശകം, അനുകമ്പ ദർശനം, ദർശനമാല, ജീവകാരുണ്യ പഞ്ചാകം, അദ്വൈത ദീപിക, നവർത്തക മഞ്ജരി, കലിനാടകം, നിർവൃതി പഞ്ചാകം. ഇത് മാത്രമല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ PSCയിലൊക്കെ കാണുന്ന കുറച്ച് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പുസ്തകങ്ങൾ തന്നിട്ട് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ആത്മോപദേശ ശതകം, ദൈവദശകം, അനുകമ്പ ദർശനം, ദർശനമാല, ജീവകാരുണ്യ പഞ്ചാംഗം, അദ്വൈത ദീപിക, നവർത്തക മഞ്ജരി, കലിനാടകം, നിർവൃതി പഞ്ചാംഗം എന്നിവയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ കൃതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. പ്രധാനപ്പെട്ട വർഷങ്ങൾ 1856 പ്രത്യേകത എന്താണ്? ഗുരു ജനിച്ച വർഷമാണ് 1856. 1881 അദ്ദേഹം ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചത്. 884 ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. 1884 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്. 1887 അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചു. 1891 കുമാരനാശാനെ കണ്ടുമുട്ടി. 1895 പ്രത്യേകത ഡോക്ടർ പൽപ്പുവിനെ അദ്ദേഹം കണ്ടുമുട്ടുന്ന 1895 അടുത്ത വർഷം 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം ആരംഭിച്ചത് 1898 അത് കഴിഞ്ഞ് 1903 SNDPയുടെ സ്ഥാപനം. പിന്നീട് 1913 അദ്വൈത ആശ്രമം. പിന്നീട് 1918 അതുപോലെ തന്നെ 26 വർഷങ്ങളിലാണ് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത്. അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ള ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്ന വർഷങ്ങൾ 1918, 26. ഇനി 1924 സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഇതിന്റെ മുദ്രാവാക്യമായിരുന്നു വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണെന്നുള്ളത്. പിന്നീട് 1928 ശ്രീനാരായണ ഗുരു അന്തരിച്ചു. അതിനുശേഷം വരുന്ന 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് 1967 2006. 1967 പോസ്റ്റൽ സ്റ്റാമ്പിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത് 1967. 2006 RBIയുടെ 5 രൂപ കോയിനിൽ അദ്ദേഹത്തിന്റെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത് 2006. ഓക്കെ, നമ്മളിന്ന് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം. 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനഃപ്പാഠമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്